വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോവേവ് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ടണൽ ഡയോഡ്, ഇമ്പാക്ട് ഡയോഡ്, ട്രാപ്പഡ് ഡയോഡ്സ് ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ടണൽ ഡയോഡ്സിനെ പറ്റി നോക്കാം. അപ്പം ടണൽ ഡയോഡ്സ് എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ 3 ഡയോഡ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡയോഡ്സ് ആണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യാറുണ്ട്. സോ ടണൽ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. സോ ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്സിനെ നമ്മൾ ജനറലായിട്ട് പറയുന്നത് ഡീജനറേറ്റീവ് സെമി കണ്ടക്ടേഴ്സ് എന്നാണ്. സോ ഡീജനറേറ്റീവ് സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ ടണൽ ഡയോഡ്സിന് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. മൈക്രോവേവ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ മൈക്രോവേവ് ഓസിലേഷൻസ്. സോ നമ്മൾ ഹൈ സ്പീഡ് ലോ പവർ ഓപ്പറേഷൻ, അതുപോലെ തന്നെ ഹൈ പീക്ക് ഇതിൻ്റെ പീക്ക് കറണ്ട് ടു വാലി കറണ്ട് റേഷ്യോ ഹൈ ആണ്. സോ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് പീക്ക് കറണ്ട്, എന്താണ് വാലി കറണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ടണൽ ഡയോഡ് എന്ന് പറയുന്നത് ഒരു ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. പി റീജിയനും എൻ റീജിയനും ഹെവിലി ഡോപ്ഡ് ആണ്. അതുപോലെ തന്നെ ഡിപ്ലീഷൻ റീജിയൻ, പി എൻ ജംഗ്ഷൻ അക്രോസ് ഉള്ള ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ നാരോ ആയിരിക്കും. സോ ആ 2 പോയിന്റ്സും നമ്മൾ ടണൽ ഡയോഡിൻ്റെ കേസിൽ ഓർത്തിരിക്കണം. ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഈസ് വെരി നാരോ ആൻഡ് ദ ഡയോഡ് ഈസ് ഹെവിലി ഡോപ്ഡ്. അതുപോലെ തന്നെ ഇതൊരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡയോഡുമാണ്. സോ ഈ 3 പോയിന്റ്സും നമ്മൾ നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. ദെൻ സോ അഗെയിൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ് ഈസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് സെമി കണ്ടക്ടർ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആൻഡ് ദ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഇസ് ക്രിയേറ്റഡ് ബൈ ദ ടണലിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രോൺസ്. നമ്മളത് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ടണലിംഗ് എഫക്റ്റ് എന്താണെന്നുള്ളത് അക്രോസ് ദ പി എൻ ജംഗ്ഷൻ, ടണലിംഗ് ആക്ഷൻ അക്രോസ് ദ പി എൻ ജംഗ്ഷൻ. അതുപോലെ തന്നെ ഡോപ്പിംഗ്, ഞാൻ പറഞ്ഞു ഡോപ്പിംഗ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡീജനറേറ്റീവ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡോപ്പിംഗ് വളരെ ഹൈ ആണ്. അതിൻ്റെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത് 10⁻90 × 10⁻20 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് ഇതിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ തിന്നാണ്, നാരോ. ഇപ്പോൾ ടണലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കണം. അതിൻ്റെ ഓർഡർ പറഞ്ഞിരിക്കുന്നത് 100 ആംസ്ട്രോങ് ടു 10⁻⁻6 ഓർ 10⁻⁻6 സെൻറ്റിമീറ്റർ. സോ ഈ റേഞ്ചാണ് അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത്, വളരെ തിന്നാണ്. അതുപോലെ തന്നെ ഡോപ്പിങ്ങിൻ്റെ റേഞ്ച് 10⁻90 × 10⁻20 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ നമുക്ക് അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാം. സോ ഈ ബാൻഡ് ഡയഗ്രം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതൊരു ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ബാൻഡ് ഡയഗ്രമാണ്. സോ നോർമലി നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഒരു പി റീജിയൻ വരയ്ക്കുവാണെങ്കിൽ ദിസ് ഈസ് ഇ സി ആൻഡ് ദിസ് ഈസ് ഇ വി ആൻഡ് ദ ഫെർമി ലെവൽ വിൽ ബി ക്ലോസർ ടു കണ്ടക്ഷൻ ബാൻഡ്. ഇതാണ് ഒരു എൻ റീജിയൻ്റെ നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇ സിക്ക് അടുത്തായിരിക്കും ഇ എഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു പി റീജിയൻ വരയ്ക്കുവാണെങ്കിൽ ഇ സി ആൻഡ് ഇ വി ആൻഡ് ഇ എഫ് വിൽ ബി ക്ലോസർ ടു ബാലൻസ് ബാൻഡ്. ഇങ്ങനെയാണ് നോർമലി ഒരു പി ആൻഡ് എൻ റീജിയൻസ് നമ്മൾ വരയ്ക്കുന്നത്. സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഹെവിലി ഡോപ്ഡ് പി പ്ലസ് എൻ റീജിയൻ ആണ്. സോ ഇത് ഒരു പി പ്ലസ് എൻ പ്ലസ് ഹെവിലി ഡോപ്ഡ് പി ആൻഡ് എൻ റീജിയൻ ആണ് നമ്മൾ ടണൽ ഡയോഡിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫെർമി ലെവൽ നോക്കുവാണെങ്കിൽ ഇ വിക്ക് താഴെയാണ്. ഹെവിലി ഡോപ്ഡ് മീൻസ് പി റീജിയൻ ഹെവിലി ഡോപ്ഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെർമി ലെവൽ ഇ വിക്ക് അടുത്തേക്ക് വരുവാണ്, അല്ലെങ്കിൽ ഇ വി ക്രോസ് ചെയ്ത് ഇ എഫ് താഴെ പോവാം. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഹെവിലി ഡോപ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ പി റീജിയൻ. അതുപോലെ തന്നെ എൻ റീജിയൻ ഹെവിലി ഡോപ്ഡ് മീൻസ് ഇ എഫ് വീണ്ടും ഇ സിയുടെ അടുത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇ സി ഓവർകം ചെയ്ത് ഇ സിക്ക് മുകളിലേക്ക് ഇ എഫ് പോവാം. സോ ഈ വരച്ചേക്കുന്നത് ഇക്വിലിബ്രിയം കേസിലെ ഒരു ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ബാൻഡ് ഡയഗ്രമാണ്. ഈ മാർക്ക് ചെയ്തേക്കുന്നത് അവിടുത്തെ ഡിപ്ലീഷൻ റീജിയനാണ്. ഡിപ്ലീഷൻ റീജിയൻ വളരെ തിന്നാണ്. അതാണ് ഈ ഡോട്ട് ലൈൻസ് ഇട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ലൈൻ എന്ന് പറയുന്നത് ആ വിഡ്ത്തുമാണ്. ഇത് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു പി പ്ലസ് എൻ പ്ലസ് റീജിയനാണ്. ഇക്വിലിബ്രിയം ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഫെർമി ലെവൽ കോൺസ്റ്റന്റ് ആണ്.
ഫെർമി ലെവൽ ആ പി എൻ ജംഗ്ഷൻ്റെ കോൺസ്റ്റന്റ് ആണ്. സോ ഒരു ഹെവിലി ഡോപ്ഡ് P+N+ റീജിയൻ്റെ ബാൻഡ് ഡയഗ്രമാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അവിടെ ഫെർമി ലെവലിൻ്റെ ലൊക്കേഷൻ നോക്കുക, അത് വെച്ചിട്ടാണ് നമ്മളത് ഒരു ഡീജനറേറ്റീവ് സെമി കണ്ടക്ടർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കണം, എന്നാൽ മാത്രമേ ടണലിംഗ് പോസിബിൾ ആവത്തുള്ളൂ. സോ ദിസ് ഈസ് ദ ബാൻഡ് ഡയഗ്രാം അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം മീൻസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ വോൾട്ടേജ്. സോ ഇവിടെ ഞാൻ ഫോർവേഡ് ബയസോ റിവേഴ്സ് ബയസോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. സോ ഫിഗർ ബി നോക്കുക. ഫിഗർ ബിയിൽ നമ്മളൊരു റിവേഴ്സ് ബയസ് കൊടുക്കുകയാണ്. സോ റിവേഴ്സ് ബയസ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടും. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് റിവേഴ്സ് ബയസിൽ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ആ കേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ ബാരിയർ പൊട്ടൻഷ്യൽ, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ. ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇ എഫിൻ്റെ ലൊക്കേഷൻ കുറച്ചും കൂടെ താഴോട്ട് വരും. ഇവിടെ നിന്നുള്ള ലൊക്കേഷനെ കാട്ടി കുറച്ചും കൂടെ താഴോട്ട് ഇ എഫ് പോകും, അല്ലെങ്കിൽ നമ്മൾ ആ എൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കുറച്ച് താഴോട്ട് മൂവ് ചെയ്യും. സോ ഇവിടെ നോക്കിയാൽ മതി, റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്തപ്പോൾ ഫെർമി ലെവലിൻ്റെ ലൊക്കേഷൻ രണ്ട് ഡിഫറെൻറ്റ് പോയിന്റിലാണ്. ഇവിടെ പിയുടെ പൊസിഷൻ മുകളിലും ഇ എഫ് എന്നിൻ്റെ പൊസിഷൻ താഴെയുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ റിവേഴ്സ് ബയസ് സമയത്ത് ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടണലിംഗ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇവിടുന്ന് പിയിൽ നിന്നും ഇലക്ട്രോൺസ് എന്നിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു മൈനോറിറ്റി കറണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത് റിവേഴ്സ് ബയസിൽ. സോ ആ കറണ്ടാണ് നമ്മൾ ഇവിടെ അടുത്തത് പ്ലോട്ട് ചെയ്ത് കാണിക്കുന്നത്. സോ ദിസ് കറണ്ട് ഈസ് നോൺ ആസ് റിവേഴ്സ് ബയസിൽ ഉണ്ടാകുന്ന കറണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ കേസ് ബിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന റിവേഴ്സ് കറണ്ട്. സോ ഇതാണ് നമ്മൾ ബി എന്ന് പറയുന്ന കേസിൽ ഇവിടെ നടക്കുന്നത്. സോ ഈ പി റീജിയനിൽ നിന്നും എന്നിലേക്ക് കുറേ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. സോ അതുകൊണ്ടുണ്ടാകുന്ന ഒരു മൈനോറിറ്റി കറണ്ട് മാത്രമാണ് റിവേഴ്സ് ബയസിൽ നടക്കുന്നത്. നമുക്കിനി മൂന്നാമത്തെ കേസ് നോക്കാം. സോ ഇക്വിലിബ്രിയം, ദെൻ അടുത്തത് റിവേഴ്സ് ബയസ്. ഇനി നമ്മുടെ ആ ഒരു ടണൽ ഡയോഡിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാണ്. നമ്മളൊരു ചെറിയ ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്തു. സോ എ സ്മോൾ ഫോർവേഡ് ബയസ്, ഒരു പി എൻ ജംഗ്ഷനിലേക്ക് നമ്മൾ സ്മോൾ ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്തപ്പോൾ ഫെർമി ലെവലിൻ്റെ ലൊക്കേഷൻ താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ ഫോർവേഡ് ബയസ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഫെർമി ലെവൽ ലൊക്കേഷൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം ബാരിയർ പൊട്ടൻഷ്യൽ ഈ കേസിൽ കുറയുകയാണ്. റിവേഴ്സ് ബയസ് കേസിൽ ബാരിയർ പൊട്ടൻഷ്യൽ കൂടുന്നു, വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് ബാരിയർ പൊട്ടൻഷ്യൽ കൂടുന്നു. ഈ കേസിൽ ഇവിടെ വിഡ്ത്ത് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഫോർവേഡ് ബയസ് ആണ്. സോ എഫക്റ്റീവ് വിഡ്ത്ത് കുറവായിരിക്കും, ബാരിയർ പൊട്ടൻഷ്യലും കുറയും. ബാരിയർ പൊട്ടൻഷ്യൽ കുറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എഫ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ആ കേസാണ് നമ്മൾ സി എന്ന് പറയുന്ന കേസിൽ നടന്നത്. സോ ഈ ഇ എഫ് മുകളിലേക്ക് കുറച്ച് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഓവർലാപ്പിംഗ്, രണ്ട് സൈഡിലും നമ്മൾ ടണലിംഗ് നടക്കുന്നുണ്ട്. ടണലിംഗ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് ടണലിംഗ്. സോ നമ്മുടെ എൻ റീജിയനിൽ നിന്നും പി റീജിയനിലേക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ ടണൽ ചെയ്യും. ഇതാണ് ടണലിംഗ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഇത്രയും പോർഷൻസ് ആണ് ഇവിടെ നമ്മുടെ ഓവർലാപ്പിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇതുമാണ്. സോ ഇവിടുന്ന് കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ടണൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടണലിംഗ് വിൽ ബി വെരി സ്മോൾ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടും എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്യാര വരയ്ക്കുമ്പോൾ നമ്മൾ റിവേഴ്സ് ബയസ് ക്യാര വരച്ചു. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു കറണ്ട് റൈസ് ചെയ്യുന്നതായിട്ട് കാണാം ഫോർവേഡ് ബയസിൽ. കാരണം അവിടെ ടണലിംഗ് സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ ഒരു ഫ്യൂ ടണലിംഗ് മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. നമ്മൾ വീണ്ടും ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു കണ്ടീഷൻ വരും. ഇവിടുത്തെ ഓവർലാപ്പിംഗ് ഏരിയ ഇവിടുത്തെ വേക്കൻറ്റ് സ്പേസുമായിട്ട് അങ്ങനെ ഒരു പാരലായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ വരും, ബാൻഡ് ഡയഗ്രം വെച്ച് പറയുകയാണെങ്കിൽ. സോ ഇവിടെ മാക്സിമം ടണലിംഗ് നടക്കും. നമ്മുടെ കറണ്ട് റൈസ് ചെയ്യും, അതിൻ്റെ പീക്ക് പോയിന്റിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ പീക്ക് പോയിന്റ്. സോ ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ അതിൻ്റെ പീക്ക് പോയിന്റ് അറ്റൈൻ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ടണലിംഗ് നടക്കുന്ന കേസാണിത്. സോ ഇതാണ് നമ്മുടെ അടുത്ത കേസിൽ ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. സോ മാക്സിമം ടണലിംഗ് നടക്കുന്നത് ഫോർവേഡ് ബയസ് നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. വീണ്ടും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇ എഫിൻ്റെ പൊസിഷൻ വീണ്ടും റൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇ എഫിൻ്റെ ലൊക്കേഷൻ മുകളിലേക്ക് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കേസ്. വീണ്ടും നമ്മൾ ഫർദർ ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്യുന്നു. ആ പീക്ക് പോയിന്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ
വീണ്ടും കുറച്ച് ടണലിംഗ് നടക്കത്തുള്ളൂ, കാരണം ഓവർലാപ്പിംഗ് ഏരിയ ഇവിടെ കുറവാണ്. സോ ഇവിടെ വീണ്ടും ടണലിംഗ് കുറയും. ടണലിംഗ് കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റൈസ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനായിരുന്നു, പീക്ക് പോയിന്റ് അറ്റൈൻ ചെയ്തു, ടണലിംഗ് കുറഞ്ഞു. ടണലിംഗ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കറണ്ട് കുറയും. സോ വീണ്ടും നമ്മൾ ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇവിടെ വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്, എഗെയിൻ വി ആർ ഇൻക്രീസിങ്. സോ ഇത് വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു, ഇവിടെ ടണലിംഗ് പോസിബിൾ അല്ല. സോ ഇങ്ങനെ ടണലിംഗ് കുറഞ്ഞു ഒരു വാലി പോയിന്റ് എത്തുന്നു. സോ ദിസ് പോയിന്റ് ഈസ് പീക്ക് പോയിന്റ് ആൻഡ് ദിസ് പോയിന്റ് ഈസ് വാലി പോയിന്റ്. ടണലിംഗ് കുറയുന്നു. സോ ദിസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. സോ നമ്മൾ ഫോർവേഡ് ബയസ് വീണ്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദെൻ ദ ക്യാര വിൽ ബി സിമിലർ ടു ദാറ്റ് ഓഫ് ദ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്. സോ ഇതാണ് നമ്മൾ നമ്മുടെ ടണൽ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ കേസ് എ എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മൈനോറിറ്റി കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും. ദെൻ നമ്മൾ ഫോർവേഡ് ബയസ്, ഒരു സ്മോൾ ഫോർവേഡ് ബയസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ സോ അവിടെ ഫ്യൂ ടണലിംഗ് ആണ് ഒക്കർ ചെയ്യുന്നത്, നമ്മളത് കണ്ടു. സോ ആ ഫ്യൂ ടണലിംഗ് കേസിലാണ് നമ്മൾ എ ടു സി മാർക്ക് ചെയ്യുന്നത്, ചെറുതായിട്ട് കറണ്ട് റൈസ് ചെയ്യും. വീണ്ടും നമ്മൾ ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മാക്സിമം ടണലിംഗ് നടക്കും. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് പീക്ക് പോയിന്റ്. ദെൻ വീണ്ടും നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ടണലിംഗ് കുറയുന്നതായിട്ട് കാണാം. ദെൻ അങ്ങനെ കുറഞ്ഞ് ഒരു വാലി പോയിന്റ് എത്തും. ദിസ് പോയിന്റ് ഈസ് വാലി പോയിന്റ്. സോ ഇവിടെ മിനിമം ടണലിംഗ്. സോ ടണലിംഗ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്, പിന്നെ ടണലിംഗ് നടക്കത്തില്ല. വീണ്ടും നമ്മൾ ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദ ക്യാര വിൽ ബി ഐഡന്റിക്കൽ ടു ദാറ്റ് ഓഫ് നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്. സോ ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ക്യാര പോലെ തന്നെ വീണ്ടും ഇത് ബിഹേവ് ചെയ്യും. സോ ഈ ഒരു റീജിയനിലാണ് നമ്മുടെ ടണൽ ഡയോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ടണൽ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അല്ലെങ്കിൽ ടണൽ ഡയോഡ് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡയോഡാണ്. നമ്മൾ മൈക്രോവേവ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഡയോഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാൻഡ് ഡയഗ്രം വെച്ചിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞ കേസ് ഒരെണ്ണം ഇക്വിലിബ്രിയമാണ്, ഇക്വിലിബ്രിയത്തിൽ ഫെർമി ലെവൽ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ രണ്ടാമത്തെ കേസ് റിവേഴ്സ് ബയസിൽ എന്താ സംഭവിക്കുന്നത്, ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസിങ് മീൻസ് ദ ഫെർമി ലെവൽ ലൊക്കേഷൻ താഴേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ മൈനോറിറ്റി കറണ്ട് മാത്രമേ നടക്കത്തുള്ളൂ, ഫോം ചെയ്യത്തുള്ളൂ. ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യുന്നു, അവിടെ ഫ്യൂ ടണലിംഗ് ഒക്കർ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ടണലിംഗ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, മാക്സിമം ടണലിംഗ് നടക്കും. സോ അത് പീക്ക് പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്നു. ദെൻ വീണ്ടും ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഫെർമി ലെവൽ ലൊക്കേഷൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പോവുകയാണ്. സോ ആ കേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫെർമി ലെവൽ വീണ്ടും റൈസ് ചെയ്തു, ഇവിടെ ടണലിംഗ് കുറയും. ടണലിംഗ് കുറയുന്നതനുസരിച്ച് കറണ്ട് കുറയും. വീണ്ടും ഫോർവേഡ് ബയസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടണലിംഗേ നടക്കത്തില്ല. ആ കണ്ടീഷനാണ് വാലി പോയിന്റ്. സോ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, ഈ റീജിയനെയാണ് നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. അപ്പോൾ ആക്ച്വലി ഇതാണ് നമ്മൾ ടണലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ടണലിംഗ് പ്രോസസ്സ് നമ്മൾ ടണലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റീജിയനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനെയാണ്. സോ ഇതാണ് നമ്മുടെ ടണൽ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ നമുക്ക് അടുത്ത ഡയോഡിലേക്ക് പോവാം. ഇമ്പാക്റ്റ് ഡയോഡ്സ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് അയോണൈസേഷൻ അവലാഞ്ച് ട്രാൻസിറ്റ് ടൈം ഡയോഡ്. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം, ഇമ്പാക്റ്റ് ഡയോഡിൻ്റെ. സോ നമ്മൾ ആ പേരിനകത്ത് ഇമ്പാക്റ്റ് അയോണൈസേഷൻ എന്ന് പറയുന്നത് അറിയാം നമുക്ക്. അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷനകത്ത് നമ്മൾ അല്ലെങ്കിൽ അവലാഞ്ച് ബ്രേക്ക് ഡൗണിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇമ്പാക്റ്റ് അയോണൈസേഷൻ എന്ന് പറയുന്നത്. സോ ഒരു അവലാഞ്ച് മെക്കാനിസമാണ് ഇതിനകത്ത് നടക്കുന്നത്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. ദിസ് ഈസ് എ ഹൈ പവർ സെമി കണ്ടക്ടർ ഡയോഡ് യൂസ്ഡ് ഇൻ ഹൈ ഫ്രീക്വൻസി മൈക്രോവേവ് ആപ്ലിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ഫ്രീക്വൻസി മൈക്രോവേവ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഹൈ പവർ സെമി കണ്ടക്ടർ ഡയോഡാണ് ഇമ്പാക്റ്റ് ഡയോഡ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് കുറേ ഓപ്ഷൻസിൽ കുറേ ഡയോഡ്സിൻ്റെ പേര് തന്നിട്ട് വിച്ച് ഓഫ് ദ വൺ ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇമ്പാക്റ്റ് ഡയോഡ്സ്, വിച്ച് ഓഫ് ദ ഡയോഡ്സ് ആർ ഓപ്പറേറ്റിംഗ് ഇൻ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദം ആർ നോട്ട് ഓപ്പറേറ്റിംഗ് ഇൻ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ആ രീതിയിലൊക്കെ ചോദിക്കാം. നമ്മൾ UGT ഒക്കെ പഠിച്ചതാണ്. സോ അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ദെൻ ഇമ്പാക്റ്റ് ഡയോഡ്സ് കൺസിസ്റ്റ് ഓഫ് ഹൈ ഡോപ്പിംഗ് അവലാഞ്ചിങ് റീജിയൻ ഫോളോഡ് ബൈ എ ഡ്രിഫ്റ്റ് റീജിയൻ. അതിൻ്റെ കൺസ്ട്രക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു അവലാഞ്ച് റീജിയൻ കാണും, അതുപോലെ തന്നെ ഒരു ഡ്രിഫ്റ്റ് റീജിയൻ കാണും. സോ അതാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. നമുക്ക് വർക്കിംഗ് പറയുമ്പോൾ അത് ക്ലിയർ ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി പറയുന്നത് 3 to 100 GHz ആണ്, ഓർ ഹയർ. സോ നോർമൽ ഫ്രീക്വൻസി 3 to 100 GHz ആണ്. സോ അതിൻ്റെ വാല്യൂസും നമ്മൾ പഠിച്ചു വെക്കണം. ഹൈ പവർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന
ഡയോഡ്സ് ആണ് ഇമ്പാക്ട് ഡയോഡ്സ്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻറ്റേജ് ഹൈ പവർ കേപ്പബിലിറ്റി കമ്പയറിംഗ് ടു അതർ ഡയോഡ്സ്. ഹൈ പവർ കപ്പാസിറ്റി ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എ സിംഗിൾ ഇമ്പാക്ട് ഡയോഡ് ക്യാൻ പ്രൊഡ്യൂസ് കണ്ടിന്യൂസ് മൈക്രോവേവ് അപ് ടു 3 kW. ദെൻ നമുക്ക് എക്സാമിന് ചോദിക്കുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് പൾസ്ഡ് ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയോഡ്സ് ഏതാണ്. സോ അത് ഇമ്പാക്ട് ഡയോഡ്സ് ആണ് ഓഫ് മച്ച് ഹയർ പവർ. ഹൈ പവർ പൾസ്ഡ് ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇമ്പാക്ട് ഡയോഡ്സ് ആണ്. ദെൻ ഇതിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹൈ ലെവൽ നോയ്സ് ആണ്. ഹൈ ലെവൽ നോയ്സ്, ലെവൽ ഓഫ് ഫേസ് നോയ്സ്. സോ ഇത് തന്നെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് തന്നിട്ട് ഏതാണെന്ന് ചോദിക്കും. അപ്പം ഫേസ് നോയ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ നമുക്കതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. സോ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഒരു 4 ലെയർ സ്ട്രക്ചറാണ്. P+, Pn, N+ ഡയോഡാണ് ഈ ഒരു ഇമ്പാക്ട് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു PN ജംഗ്ഷൻ ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ ആണ്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും അവലാഞ്ച് മെക്കാനിസം നടക്കുന്നത്. അവലാഞ്ച് മെക്കാനിസം നമുക്കറിയാം, ദാറ്റ് ഈസ് കാരിയർ മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ്. കാരിയർ മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ആണ്. സോ കാരിയർ മൾട്ടിപ്ലിക്കേഷൻ മീൻസ് ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും വാല്യൂസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, ഒരു ചെയിൻ റിയാക്ഷൻ പോലെ. സോ അത് ക്രിസ്റ്റലുമായിട്ട് ഇപ്പം ഈ ഒരു സിലിക്കൺ ക്രിസ്റ്റലുമായിട്ട് കൊളൈഡ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ ഇമ്പാക്ട് അയണൈസേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഒരു ക്രിസ്റ്റൽ അതിനകത്ത് കൊളീഷൻ നടന്ന് അല്ലെങ്കിൽ ആറ്റമായിട്ട് കൊളൈഡ് ചെയ്ത് പുതിയതായിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യും. അത് വീണ്ടും വീണ്ടും കൊളൈഡ് ചെയ്ത് ഇങ്ങനെ കരിയേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കരിയർ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ് ഈ ഒരു PN ജംഗ്ഷൻ ഇതിനെ ക്രോസ് ഡിപ്ലീഷൻ റീജിയനെ ക്രോസ് നടക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു എക്സസ് കാരിയേഴ്സ് അല്ലെങ്കിൽ ആ ജനറേറ്റ് ചെയ്യുന്ന കാരിയേഴ്സ് നമ്മുടെ N റീജിയനിലേക്ക്, ഇലക്ട്രോൺസ് N റീജിയനിലേക്കും ഈ ഹോൾസ് ഈ P റീജിയനിലേക്കും ഡ്രിഫ്റ്റ് ചെയ്യും. സോ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ്, ഹോൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഹൈ ഫീൽഡിൽ ഇത് ഡ്രിഫ്റ്റ് ചെയ്യും. ഹോൾ ഡ്രിഫ്റ്റ്, ഹോൾസ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസും ഹോൾസും, ഇലക്ട്രോൺസ് N സൈഡിലേക്കും ഹോൾസ് P സൈഡിലേക്കും. സോ ഈ റീജിയനെ നമ്മൾ ഡ്രിഫ്റ്റ് റീജിയൻ എന്ന് പറയുന്നത്. ദെൻ സോ ഇത് അവലാഞ്ച് റീജിയൻ ആണ്. ഇവിടോട്ട് ഡ്രിഫ്റ്റ് റീജിയൻ നമ്മൾ പറയും. സോ ആ ഡ്രിഫ്റ്റ് റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നത് ഈ ജനറേറ്റ് ചെയ്തേക്കുന്ന എക്സസ് ആയിട്ടുള്ള കരിയേഴ്സ് ആണ്. സോ അതാണ് നമ്മളിവിടെ ഒരു ഗ്രാഫ് പോലെ കാണിച്ചിരിക്കുന്നത്. ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹോൾ ഡ്രിഫ്റ്റും അല്ലെങ്കിൽ ഹോൾ കരിയർ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ഇത് ഇലക്ട്രോൺ കോൺസെൻട്രേഷനുമാണ്. ആ ഡ്രിഫ്റ്റ് റീജിയനിലുള്ള വാല്യൂസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ വീണ്ടും നമ്മളിപ്പോൾ ഒരു AC സിഗ്നലിനെ ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുവാണ്. സോ ഇത് അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ വർക്ക് ചെയ്യുവാണ്. സോ ഇവിടെ റിവേഴ്സ് ബയസ് VBD, സോ ഒരു VBD ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ ഇത് വർക്ക് ചെയ്യുവാണ്. VBD, സോ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇവിടേക്ക് നമ്മളൊരു AC വോൾട്ടേജ് സൂപ്പർ ഇമ്പോസ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. സോ VBDയിൽ നമ്മൾ റിവേഴ്സ് ബയസിങ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യണമെങ്കിൽ ആ ഒരു VBD വാല്യൂ അറ്റൈൻ ചെയ്യണം. സോ ഇവിടെ നോക്കുക, നമ്മളൊരു AC സിഗ്നൽ അവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്തേക്കുവാണ്. സോ ഇവിടെ നോക്കുക, ഫസ്റ്റ് കേസിൽ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ AC വാല്യൂ അല്ലെങ്കിൽ ആ പോസിറ്റീവ് വാല്യൂ, നമ്മുടെ AC സിഗ്നലിൻ്റെ ഒരു പോസിറ്റീവ് വാല്യൂ VBDയെ കാട്ടി ഉയർന്നു നിൽക്കുകയാണ്. സോ ആ VBD അറ്റൈൻ ചെയ്യുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ ആ VBDയിൽ മാത്രമേ അല്ലെങ്കിൽ VBD വാല്യൂ എത്തുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ VBD വാല്യൂ കൂടുമ്പോൾ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, ആ ഒരു അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് അവിടെ നടക്കത്തുള്ളൂ. സോ ഇവിടെ അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ ദ വാല്യൂ ഓഫ് VBD, ആ VBD വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ആ ഒരു കരിയർ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കത്തില്ല. ഇവിടെ പക്ഷെ നടക്കും, ഈ ഒരു ഇൻ്റർവെല്ലിൽ നടക്കും. കാരണം ഇവിടെ VBD വാല്യൂ ആണ് നമ്മുടെ AC വാല്യൂവിനെ കാട്ടി കൂടുതൽ. സോ VBD വാല്യൂ ഹയറായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഒരു കരിയർ മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടക്കത്തുള്ളൂ. സോ ഈ പോയിന്റ് എത്തുമ്പോഴാണ് ശരിക്കും അവിടെ കരിയർ കോൺസെൻട്രേഷൻ കൂടുന്നത്. സോ നമുക്കിവിടെ കാണാം, ഇവിടെ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് VBDയുടെ വാല്യൂ ഹൈ ആയിട്ട് വരുന്നത്. സോ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന AC വാല്യൂ
നമ്മൾ VBD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ VBDയുടെ വാല്യൂ ഹൈ ആയിട്ട് വരുന്ന ആ ഒരു പോയിന്റിലാണ് കരിയർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അവിടെ ബ്രേക്ക് ഡൗൺ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ മെക്കാനിസം അല്ലെങ്കിൽ കരിയർ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. സോ അവിടെ കരിയേഴ്സിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. വീണ്ടും ആ നെഗറ്റീവ് പോയിന്റ് എത്തുമ്പോഴാണ് നമ്മുടെ കരിയേഴ്സ് വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ കരിയർ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറണ്ട് വാല്യൂ കൂടും. സോ നമുക്ക് ആ ഒരു ഹാഫ് സൈക്കിളിൽ അല്ലെങ്കിൽ ആ ഒരു AC-യുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കൊരു കറണ്ട് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. സോ ആ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾസിലായിരിക്കും നമുക്കൊരു കറണ്ട് കിട്ടുന്നത്. ഈ കറണ്ടും അതുപോലെ തന്നെ ഈ ഒരു വോൾട്ടേജും അല്ലെങ്കിൽ ആ AC വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ഹാഫ് ആണെങ്കിൽ ഇവിടെ നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും അത് വിയും ഐയും നിൽക്കുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടും വിയും എന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും നിൽക്കുന്നത്. സോ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് RF AC വോൾട്ടേജ് ഇഫ് സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ എ ഹൈ DC വോൾട്ടേജ്. സോ നമ്മൾ ആ DC വോൾട്ടേജ് ഉദ്ദേശിക്കുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്, VBD അല്ലെങ്കിൽ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. So the increased velocity of holes and electrons result in additional holes and electrons by thrashing them out there. So നമ്മൾ ആ ക്രിസ്റ്റൽ കൊളീഷൻ കാരണമാണ് അല്ലെങ്കിൽ ഇമ്പാക്ട് അയണൈസേഷൻ കാരണമാണ് ഇലക്ട്രോൺസ് ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ AC വോൾട്ടേജ് ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അത് ഏത് പോയിന്റിലാണ് ആ ഒരു കരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കണം. ഈ ഒരു നെഗറ്റീവ് വാല്യൂയിലേക്ക് പോകുമ്പോഴാണ് VBD ഹയർ ആയിട്ട് വരുന്നത്. ആ ഒരു സമയത്താണ് ഇവിടെ കരിയേഴ്സ് കൂടുന്നത്. അപ്പം നമുക്കവിടെ ഒരു കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. ആ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ടേജുമായിട്ട്. സോ ഡ്യൂ ടു ദിസ് എഫക്ട് ദ കറണ്ട് പൾസ് ടേക്ക് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 90 ഡിഗ്രി. സോ ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മുടെ ഇമ്പാക്റ്റ് ഡയോഡിൽ നടക്കുന്നത്. ഇതും ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡയോഡാണ്. സോ ഇതാണ് നമ്മുടെ ഇമ്പാക്റ്റ് ഡയോഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ അതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ഫോർമുല അറിഞ്ഞിരിക്കണം. So the AC power by DC power. So this is VA by VD into IA by ID. Power is V into I. ആ രീതി ഓർത്ത് വെച്ചാൽ VA into IA by VD into ID. So VA is AC voltage, AC current, DC voltage and DC current. So this is the equation for efficiency of impact diode. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു മൈക്രോവേവ് ഡയോഡാണ് ട്രാപ്പാറ്റ് ഡയോഡ്. സോ ദാറ്റ് ഈസ് ട്രാപ്ഡ് പ്ലാസ്മ. ഈ ഒരു വേർഡ് ഓർത്ത് വെച്ചേക്കുക, പ്ലാസ്മ, ട്രാപ്ഡ് പ്ലാസ്മ അവലാഞ്ച് ട്രിഗേർഡ് ട്രാൻസിറ്റ് ഡയോഡ്. സോ നമ്മൾ ഇമ്പാക്ട് ഡയോഡ്സ് പോലെ തന്നെ മൈക്രോവേവ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് ട്രാപ്പാറ്റ് ഡയോഡ്. സോ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് മെഗാഹെർട്സ് ടു ജിഗാഹെർട്സ് റേഞ്ചിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദീസ് ആർ ഹൈ പീക്ക് പവർ ഡയോഡ്സ്. അപ്പോൾ ഇവിടെ ഒരു 3 ലെയർ വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. N+P, P+ ലെയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ P+N, N+. അപ്പോൾ 2 രീതിയിൽ ഇതിനെ നമുക്ക് പറയാം. N+P, P+ ഡയോഡ് അല്ലെങ്കിൽ P+N, N+. അപ്പോൾ 2 സൈഡിൽ 2 ഹെവിലി ഡോപ്ഡ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ആ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുന്നത്. അതിൻ്റെ വിഡ്ത്ത്, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വേരി ചെയ്യുന്നത് 2.5 to 12.5 മൈക്രോമീറ്റർ ആണ് അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് പറയുന്നത്. സോ നമുക്ക് ട്രാപ്പഡ് ഡയോഡ് എന്താണെന്ന് നോക്കാം. സോ ഇതാണ് അതിൻ്റെ. സോ ഈ ഒരു ഗ്രാഫ് ഇത് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് റീജിയൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. സോ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. P+N, N+ സ്ട്രക്ചറാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അതിനൊരു കറണ്ട് പൾസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫോർവേഡ് കറണ്ട് പൾസ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കുക, നമ്മൾ A to B, B to C, C to D, D to E, E to F and F to G, then G to A. Again ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഫൈനലി A തന്നെ അച്ചീവ് ചെയ്യും. ദെൻ ആ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. സോ ഇതിനകത്തുനിന്ന് നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. A to B ഓപ്പറേഷനാണ് ചാർജിങ് ലൈക്ക് എ കപ്പാസിറ്റർ. ദെൻ B to C എന്ന് പറയുന്ന ഒരു പ്ലാസ്മ ഫോർമേഷനാണ്, ഹൈ എനർജി കരിയർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹൈ ഇലക്ട്രോൺസിനും ഹോൾസിന് ഒരു ഹൈ എനർജി അക്വയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഈ പ്ലാസ്മ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ പ്ലാസ്മ ഫോർമേഷൻ B to C ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് C to D. C to D is also that is an additional charge formation. ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ഓൾസോ റെസിഡ്യുവൽ ചാർജസ് ഫോം ചെയ്യുന്നു. അതിനെ നമുക്ക് C to D എന്ന് പറയാം. ഈ പ്ലാസ്മ കഴിഞ്ഞിട്ട് വീണ്ടും ചാർജസ് അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് C to D. അപ്പം
റെസിഡ്യൂവൽ ചാർജസ് നമുക്ക് തന്നെ പറയാം. ഇനി C/D കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മളിപ്പം ഒരു B/Cയുടെ ഓപ്പോസിറ്റാണ്. പ്ലാസ്മ ഫോം ചെയ്തു, അതിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, പ്ലാസ്മ എക്സ്ട്രാക്ഷൻ ആണ് D/E പ്രോസസ്സ്. ദെൻ E/F എന്ന് പറയുന്നത് റെസിഡ്യൂവൽ എക്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു C/Dയിൽ നടന്നതിനെ, C/Dയിൽ അഡീഷണൽ ആയിട്ട് ചാർജസ് വന്നു, അതിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റെസിഡ്യൂവൽ എക്സ്ട്രാക്ഷൻ E/F. ദെൻ F/G വീണ്ടും ഒരു ചാർജിങ് ആണ്. ദെൻ വീണ്ടും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ A അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്നു. സോ ഇതാണ് ഇതിനകത്ത് നടക്കുന്നത്. നമ്മൾ ആ പൾസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ കേസ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞു അറ്റ് പോയിന്റ് A അല്ലേ, ആ A എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. സോ ദ മാഗ്നിറ്റ്യൂഡ് ഈസ്, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ് ത്രൂ ഔട്ട് ദ സാമ്പിൾ ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ലാർജ് ബട്ട് ലെസ് ദാൻ ദ വാല്യൂ റിക്വയർഡ് ഫോർ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അപ്പോൾ അവിടെ അവലാഞ്ച് ബ്രേക്ക് ഡൗണിനെക്കാട്ടി കുറവായിരിക്കും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ. സോ അവിടെ ഒന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിട്ട് തന്നെ നിൽക്കും. സോ അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മൾ ആ ഒരു ഇൻസ്റ്റൻറ്റിലാണ് നമ്മൾ കറണ്ട് പൾസ് അപ്ലൈ ചെയ്യുന്നത്. സോ എയിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്, നമ്മുടെ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെക്കാട്ടി കുറവായിരിക്കും ആ വാല്യൂ. സോ നമ്മൾ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ വെച്ചിട്ട് നമ്മളൊരു കറണ്ട് പൾസ് അപ്ലൈ ചെയ്യുന്നു, അതാണ് നമ്മൾ എ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഒരു കറണ്ട് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഡയോഡ് എന്ന് പറയുന്നത് ഒരു എന്താണ്, നമ്മൾ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. സോ ഇവിടുത്തെ കപ്പാസിറ്റൻസ്, ഈ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യും, അല്ലെങ്കിൽ സോ ഇവിടെ ഒരു ചാർജിങ് ആണ് നടക്കുന്നത് A to Bയിൽ. നമ്മൾ ആ കറണ്ട് പൾസ് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ചാർജ് ലൈക്ക് എ കപ്പാസിറ്റർ. സോ ആ ഡയോഡ് കറണ്ട് ചാർജ് ആവുന്നു, ഒരു കപ്പാസിറ്റർ ചാർജിങ് നടക്കുന്ന പോലെ തന്നെ അത് ചാർജിങ് നടക്കുന്നു അവിടെ. ആൻഡ് ഡ്രൈവിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എബവ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. സോ A എന്ന് പറയുന്ന പോയിന്റിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൻ്റെ വാല്യൂ അത്രയും വരുത്തില്ല നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ. ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ദ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ വാല്യൂ ആണ്. പക്ഷേ A എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ആ പൾസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മാഗ്നിറ്റ്യൂഡ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അതിന് മുകളിലേക്ക് പോകും. സോ നമുക്ക് അന്നേരം എന്താ സംഭവിക്കുന്നത്, അവിടെ കാരിയേഴ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. വെൻ എ സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് കാരിയേഴ്സ് ഇസ് ജനറേറ്റഡ് ദ പാർട്ടിക്കിൾ കറണ്ട് എക്സീഡ്സ് ദ എക്സ്റ്റേണൽ കറണ്ട്. സോ അവിടെ കറണ്ട്, കപ്പാസിറ്റർ ഡയോഡ് കറണ്ട് അല്ലെ, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഗ്രാഫ് നോക്കാം. സോ ഇതാണ് വോൾട്ടേജ് റൈസ് ചെയ്ത് പോകുന്നതായിട്ട് കാണിക്കാം A to B. സോ അവിടെ ചാർജിങ് നടക്കുവാണ്. ദെൻ നമ്മൾ പറഞ്ഞു അവലാഞ്ച് ബ്രേക്ക് ഡൗണിനെ ഓവർകം ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ വരും. ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത കേസിൽ അവിടെ അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ നടക്കുവാണ്. അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ ബ്രേക്ക് ഡൗൺ കണ്ടീഷൻ അച്ചീവ് ചെയ്യും. സോ അവിടെ എന്ത് സംഭവിക്കും, കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യും. So when sufficient number of carriers is generated, the particle current exceeds the external current and the electric field is depressed throughout the depletion region, causing the voltage to decrease. അവിടെ വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് കുറയുകയാണ്. അവിടെ പ്ലാസ്മ ഫോമേഷൻ നടക്കും. പ്ലാസ്മ ഫോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആ കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അതിന് ഹൈ എനർജി അക്വയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ആ ഒരു പൾസ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ വീണ്ടും അഡീഷണൽ ആയിട്ട് ചാർജ് കാരിയേഴ്സ് അവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ നമ്മുടെ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത് the electric field is sufficiently large for avalanche to continue and a dense plasma of electrons and holes is created. So ആ പ്ലാസ്മ ക്രിയേഷന് ശേഷവും വീണ്ടും എന്ത് സംഭവിക്കും, ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ അതിന് റെസിഡ്യൂൽ ചാർജസ് എന്നാണ് വിളിക്കുന്നത്, റെസിഡ്യൂൽ ചാർജസ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ നെറ്റ് വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ദെൻ ഈ ഒരു പോയിന്റിൽ നമ്മളവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ചാർജസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഡീഷണൽ ആയിട്ട് ചാർജസ്. ഈ പ്ലാസ്മ കണ്ടീഷൻ കഴിഞ്ഞിട്ട് റെസിഡ്യൂവൽ ചാർജസ് നമ്മൾ തന്നെ പറയും, എക്സസ് ആയിട്ട് ചാർജ് ഇമ്പാക്റ്റ് അയണൈസേഷൻ കാരണം അവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. ദെൻ D to Eയിൽ നമ്മൾ ഈ പ്ലാസ്മ എക്സ്ട്രാക്ഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. സോ D to E പ്രോസസ്, D to E എന്ന് പറയുന്ന പ്രോസസ്, അറ്റ് പോയിന്റ് E ദ പ്ലാസ്മ ഈസ് റിമൂവ്ഡ് ബട്ട് എ റെസിഡ്യൂവൽ ചാർജ്. സോ പ്ലാസ്മയെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു, വീണ്ടും ആ റെസിഡ്യൂവൽ ചാർജ് അവിടെ നിൽപ്പുണ്ട്. സോ
residual charge of electrons remain in one end and residual charge of holes. അപ്പോൾ ഇലക്ട്രോൺ ഹോൾ ചാർജസ് ആയിട്ട് അഡീഷണൽ ആയിട്ട് അൺവാണ്ടഡ് ചാർജസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. വീണ്ടും നമുക്ക് ആ റെസിഡ്യൂവൽ ചാർജിനെ റിമൂവ് ചെയ്യണം. ആ പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത് E2F. E2F എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പ്ലാസ്മയെ റിമൂവ് ചെയ്തു അല്ലെങ്കിൽ പ്ലാസ്മ എക്സ്ട്രാക്ഷൻ ഇവിടെയാണ് നടക്കുന്നത്. E2Fലാണ് റെസിഡ്യൂവൽ എക്സ്ട്രാക്ഷൻ. ഇവിടെ ഫോം ചെയ്യുന്ന എക്സ്ട്രാ ചാർജസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെയാണ് നടക്കുന്നത്. ദെൻ F2Gയിൽ വീണ്ടും അത് നോർമലി ആ കപ്പാസിറ്റർ ചാർജ് ചെയ്തതുപോലെ തന്നെ, സോ ഡയോഡ് ചാർജസ് ലൈക്ക് എ ഫിക്സഡ് കപ്പാസിറ്റർ. ദെൻ അതൊരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് പോകും. അപ്പം ഈ രീതിയിലാണ് ദെൻ ആ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകും. ഈ പ്രോസസ്സ് തന്നെ A to B, B to C, C to D ഈ രീതിയിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു എന്ന് ഉള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സോ ആ പ്ലാസ്മ ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻസ് കാരണം പ്ലാസ്മ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുവാണ്. സോ അതും നമ്മൾ മനസ്സിലാക്കണം. സോ ഇതാണ് ട്രാപ്പഡ് ഡയോഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. സോ ദെൻ ട്രാൻസിറ്റ് ടൈം ഓഫ് കാരിയേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് TS is equal to L by VS എന്നാണ് അതിൻ്റെ ഇക്വേഷൻ, ട്രാൻസിറ്റ് ടൈമിൻ്റെ ഇക്വേഷൻ. ദെൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. When a reverse bias voltage exceeds the breakdown voltage applied to an impact diode, it results in, നമുക്കറിയാം ഇമ്പാക്ട് അയണൈസേഷൻ, അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ്. ഇതാണ് ആൻസർ. അവിടെ നടക്കുന്നത് എന്താണ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ ഓവർകം ചെയ്യുന്ന സമയത്ത് അവിടെ അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് അവിടെ നടക്കും. ദെൻ നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് സെമി കണ്ടക്ടർ ലെയേഴ്സ് ഇൻ ഇമ്പാക്ട് ഡയോഡ്. 4 ലെയർ ഡിവൈസ് ആണ് എന്ത്? ഇമ്പാക്ട് ഡയോഡ്. ട്രാപ്പറ്റ് എന്ന് പറയുന്നത് പക്ഷേ 3 ലെയർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇത് ആൻസർ 4 ആണ്. ദെൻ ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് ഇമ്പാക്ട് ഡയോഡ് ഈസ് ഗിവൺ ബൈ. സോ അതും പഠിച്ചു വെക്കണം. റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ VD/2L ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. VD/2L ആണ് റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് ഇമ്പാക്ട് ഡയോഡ്. ദെൻ അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ട്രാപ്പഡ് ഡയോഡ് കമ്പയറിംഗ് ടു ഇമ്പാക്ട്. ട്രാപ്പഡ് ടു ഇമ്പാക്റ്റൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ എഫിഷ്യൻസിയാണ്. ദെൻ ദ ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇമ്പാക്ട് ഡയോഡ് നമ്മളത് പഠിച്ചതാണ് ഹൈ നോയ്സ് ആണ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇമ്പാക്ട് ഡയോഡ്. ബാക്കി കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് ഹൈ നോയ്സ് ആണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ദെൻ ഇൻഡിക്കേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയോഡ്സ് വിൽ പ്രൊഡ്യൂസ് ഹയസ്റ്റ് പൾസ്ഡ് പവർ ഔട്ട്പുട്ട്. ഹൈ പവർ പൾസ്ഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മൾ പഠിച്ചു ഇമ്പാക്ട് ഡയോഡാണ്. സോ നെക്സ്റ്റ്, ഇൻഡിക്കേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് യൂസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഇൻ ഓപ്പറേഷൻസ്. ഈ ഗൺ, ഇമ്പാക്ട്, ടണൽ ഇതെല്ലാം എന്താണ്? നെഗറ്റീവ് റെസിസ്റ്റൻസിന്. ഈ ബാക്ക്വേർഡ് ഡയോഡാണ് നെഗറ്റീവ് റെസിസ്റ്റൻസിൽ ഓപ്പറേറ്റ് ചെയ്യാത്ത ഡയോഡ്. സോ അത് അറിഞ്ഞിരിക്കണം. ദെൻ വൺ ഓഫ് ദ ഫോളോയിങ് മൈക്രോവേവ് ഡയോഡ്സ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെരി ലോ പവർ ഓസിലേറ്റേഴ്സ്. സോ വെരി ലോ പവർ ഓസിലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് ഡയോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടണൽ ഡയോഡാണ്. നെക്സ്റ്റ്, ടണൽ ഡയോഡ് നമ്മൾ പഠിച്ചു. ടണൽ ഡയോഡ് എന്താണെന്നുള്ളത്. ടണൽ ഡയോഡ് ഇതിനകത്ത് ഓപ്ഷൻ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കറിയാം ഇറ്റ് യൂസസ് എ ഹൈ ഡോപ്പിംഗ് ലെവൽ ടു പ്രൊവൈഡ് എ നാരോ ജംഗ്ഷൻ. അതാണ് കറക്റ്റ് ആൻസർ. ടണൽ ഡയോഡ് യൂസസ് ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ വിത്ത് എ നാരോ ഡിപ്ലീഷൻ റീജിയൻ. അത് തന്നെയാണ് ടണൽ ഡയോഡിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അതിൻ്റെ ഡോപ്പിങ്ങും അതിൻ്റെ വിഡ്ത്തും. ദെൻ a tunnel diode is loosely coupled to its cavity in order to increase the frequency stability. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്ന ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയുമാണ് നമുക്ക് മൈക്രോവേവ് ഡയോഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ടണൽ ഡയോഡ്, ട്രാപ്പഡ് ഡയോഡ്, ഇമ്പാക്ട് ഡയോഡ്സ്. സോ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.